ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് സോറിയാസിസ് രോഗം മൂലം ഭയങ്കരമായ പീഡ അനുഭവിക്കുന്ന ഒരുപാട് മക്കള് പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും മാറാനും അവർക്ക് സൗഖ്യം ഉണ്ടാകാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം തിരുവചനം. അവൻ ദൈവപുരുഷന്റെ വാക്ക് കേട്ട് ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ച് ശരീരം ശിശുവിന്റെ പോലെയായി. ഹല്ലേലൂയ. ദൈവപുരുഷനായ എലീഷയുടെ അടുത്ത് വന്ന നാമാന്റെ കഥയാണ് നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത്, അല്ലെ? നാമാന്റെ കുഷ്ഠരോഗം ബാധിച്ചപ്പോ നാമാൻ എലീഷയെ കാണുകയും എലീഷ പറഞ്ഞു, ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ അതിനെ വിസമ്മതിച്ചെങ്കിലും പിന്നീട് അതിനെ ആ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്, അല്ലെ? അങ്ങനെ 7 പ്രാവശ്യം മുങ്ങി കുളിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റി? അവന്റെ രോഗം മാറി, അവന് സൗഖ്യം കിട്ടി. ഈ നിമിഷങ്ങളിൽ സോറിയാസിസ് രോഗവും അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങളിൽ പീഡം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവായ യേശുവിന്റെ തിരുരക്തത്താൽ എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ രോഗക്കെടുതിയിൽ നിന്നും, എല്ലാ പീഡകളിൽ നിന്നും എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.